Next is soft computing module 2. So K2ൻ്റെ സിലബസ് അനുസരിച്ച് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് പെർസെപ്ട്രോൺ നെറ്റ്വർക്ക്സ്, ലേണിംഗ് റൂൾ, ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് അൽഗോരിതം, അഡാപ്റ്റീവ് ലീനിയർ ന്യൂറോൺ, ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആൻഡ് ട്രെയിനിങ് അൽഗോരിതം. സോ ഫസ്റ്റ് പെർസെപ്ട്രോൺ നെറ്റ്വർക്ക്, അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So characteristics of perceptron network. Perceptron network consists of 3 units: sensory unit, that is input unit, then associator unit, that is hidden unit, and response unit, that is output unit. അപ്പോൾ പെർസെപ്ട്രോൺ നെറ്റ്വർക്കിൻ്റെ 3 മെയിൻ യൂണിറ്റ്സ്: സെൻസറി, അസോസിയേറ്റർ ആൻഡ് റെസ്പോൺസ് യൂണിറ്റ്. So sensory units are connected to associator units with fixed weights having values 1, 0 or -1. So sensory unit connected to associator unit with fixed weight values, that is 1, 0 or -1. The binary activation function is used in sensory unit and associator unit. Sensory unitum associator unitum use ചെയ്തത് binary activation function ആണ്. The response unit has activation of 1, 0 or -1. Then the output of perceptron network is given by output function, that is y is equal to f of yn. Y f of yn ആണ് the output of perceptron network. Here this f of yn എന്ന് പറഞ്ഞ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y is equal to f of yn, that is equal to 1 if yn greater than or equal to theta, 0 if minus theta less than or equal to yn less than or equal to theta. yn value greater than or equal to theta ആണെങ്കിൽ 1 ആയിരിക്കും. yn മൈനസ് തീറ്റയ്ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ 0 ആയിരിക്കും. ലെസ് ദാൻ തീറ്റ ആണെങ്കിൽ -1 ആയിരിക്കും. തീറ്റ ഡിനോട്ട് ചെയ്യുന്നത് ത്രെഷോൾഡ് വാല്യൂ ആണ്. സോ ദ പെർസെപ്ട്രോൺ ലേണിംഗ് റൂൾ ഈസ് യൂസ്ഡ് ഇൻ ദ വെയ്റ്റ് അപ്ഡേഷൻ ബിറ്റ്വീൻ അസോസിയേറ്റഡ് യൂണിറ്റ് ആൻഡ് റെസ്പോൺസ് യൂണിറ്റ്. സോ വൺ ലേണിംഗ് റൂൾ ഈസ് യൂസ്ഡ് ഇൻ ദ വെയ്റ്റ് അപ്ഡേഷൻ അസോസിയേറ്റഡ് യൂണിറ്റ് ആൻഡ് റെസ്പോൺസ് യൂണിറ്റ്. അപ്പോൾ അസോസിയേറ്റഡ് യൂണിറ്റിൽ നിന്ന് റെസ്പോൺസ് യൂണിറ്റിലേക്ക് ഉള്ളതിൻ്റെ ഇടയിൽ ഒരു വെയ്റ്റ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അതിൽ പെർസെപ്ട്രോൺ ലേണിംഗ് റൂളാണ് യൂസ് ചെയ്യുന്നത്. ദ എറർ കാൽക്കുലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ കമ്പാരിസൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ടാർഗറ്റ്സ് വിത്ത് ദോസ് ദ കാൽക്കുലേറ്റഡ് ഔട്ട്പുട്ട്സ്. കാൽക്കുലേറ്റഡ് ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കും, ടാർഗറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് എററിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വെയ്റ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലേണിംഗ് റൂൾ. If an error has occurred for a particular training pattern, then പുതിയ weight, that is wi new equal to wi older plus alpha txi, b new equal to b older plus alpha t. Here t is the target value, that is +1 or -1, and alpha is the learning rate. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ബയാസും വെയിറ്റും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ ഒരു പെർസെപ്ട്രോൺ നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചറാണ് ഇവിടെ കാണുന്നത്. മെയിനായിട്ട് 3 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സെൻസറി യൂണിറ്റ്, സെക്കൻഡ് വൺ അസോസിയേറ്റർ യൂണിറ്റ്, തേർഡ് വൺ റെസ്പോൺസ് യൂണിറ്റ്. സോ ഇവിടെ സെൻസറി യൂണിറ്റിൽ വെച്ചിട്ട് ഫിക്സഡ് വെയ്റ്റ്സ് നമ്മൾ അസോസിയേറ്റർ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. x1, x2, xn ഇൻപുട്സ് ആർ ദേ, ഫിക്സഡ് വെയ്റ്റ് വാല്യൂസ് ആർ ദേ. ദീസ് ആർ അസൈൻഡ് ടു അസോസിയേറ്റ് യൂണിറ്റ്. അസോസിയേറ്റർ യൂണിറ്റിൽ നിന്ന് ഈ ഇൻപുട്ട് വാല്യൂസ് റെസ്പോൺസ് യൂണിറ്റിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. That is y1, y2, ym. That is the output values. അത് ഡിസൈഡ് ടാർഗറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ
കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇവിടെ ഡിസൈഡ് ഔട്ട്പുട്ട്. ഇവ തന്നെയുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് ഈ എറർ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ y1 t1 compared, then we will get the error e1. ഇതാണ് ബേസിക് ഫങ്ഷനാലിറ്റി ഓഫ് എ പെർസെപ്ട്രോൺ നെറ്റ്വർക്ക്. ഇനി ഇതിലെ ലേണിംഗ് റൂൾ. എ ഫൈനൈറ്റ് n number of input training vectors with their associated target values x of n and t of n. n input training vectors and their target values t of n. The output y is obtained on the basis of net input calculated and activation function being applied over the net input. y നെറ്റ് ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ y is equal to f of yn. y ഇൻപുട്ടിൻ്റെ ഫങ്ഷനാണ് ഔട്ട്പുട്ട്. സോ എപ്പോഴാണ് y 1 ആകുന്നത്? y equal to 1 if y in greater than or equal to 3 theta. y in greater than or equal to theta ആകുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആകുന്നത്. 0 if minus theta less than or equal to y in less than or equal to theta. മൈനസ് തീറ്റയ്ക്കും പ്ലസ് തീറ്റയ്ക്കും ഇടയിലുള്ള വാല്യൂ ആകുമ്പോഴാണ് 0 ആകുന്നത്. -1 ആകുന്നത് y in ലെസ് ദാൻ തീറ്റ, തീറ്റേനേക്കാളും ലെസ് ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോഴാണ് y -1 ആകുന്നത്. The weight updation is as follows. Is y not equal to t. ഓൾറെഡി പറഞ്ഞു, നമ്മൾ വൈയും ടിയും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ y നോട്ട് ഈക്വൽ ടു ടി ആണെങ്കിൽ നമ്മൾ വെയ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യും. ആ വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫോമുലയാണ് wi ന്യൂ ഈക്വൽ ടു wi ഓൾഡ് പ്ലസ് ആൽഫ ടി എക്സ് ഐ, അല്ലെങ്കിൽ wi ന്യൂ ഈക്വൽ ടു w ഓൾഡ്. ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള വെയിറ്റ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പഴയ വാല്യൂ തന്നെയാണ് പുതിയ വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആർക്കിടെക്ചർ. ഹിയർ സിംഗിൾ ക്ലാസിഫിക്കേഷൻ പെർസെപ്ട്രോൺ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 3 ഇൻപുട്ട്സ് x1 xi xn കാണിച്ചിരിക്കുകയാണ്. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര അപ് ടു xi then to xn. Lots of input values are there, their weight values are there, also one bias is there. Bias input is always 1. So x1 x2 etc up to xn inputs are there, their weights are there, then the bias is there. From all this we get this output. So flowchart for പെർസെപ്ട്രോൺ നെറ്റ്വർക്കാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വർക്കിംഗ് ഓഫ് പെർസെപ്ട്രോൺ നെറ്റ്വർക്ക്. ഫസ്റ്റ് വൺ, ഇനിഷ്യലൈസ് വെയ്റ്റ്സ് ആൻഡ് ബയാസ്. ഓൾറെഡി പറഞ്ഞു, വെയ്റ്റും ബയാസും നമുക്ക് വേണം. ആർക്കിടെക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വെയ്റ്റ്സ് ആൻഡ് ബയാസ് ആണ്. സോ ഇനിഷ്യലൈസ് ദോസ് വാല്യൂസ്. അതിനുശേഷം ആൽഫ വാല്യൂവിനെ നമ്മൾ സെറ്റ് ചെയ്യും. കാരണം വെയിറ്റ് അപ്ഡേഷന് നമുക്ക് വേണ്ട വാല്യൂ ആണ് ആൽഫ. സോ ദിസ് ആൽഫ സെറ്റ് ഏതിന് 0ക്കും 1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും ആൽഫ. അതിനുശേഷം നമ്മുടെ സോഴ്സും ടാർജറ്റും നമ്മൾ കമ്പയർ ചെയ്യേണ്ട വാല്യൂ, സോഴ്സും ടാർജറ്റും, ഓരോ സോഴ്സിനും ടാർജറ്റിനുമായിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്താൻ പോവുകയാണ്. സോ സോഴ്സും ടാർജറ്റും നോക്കിയിട്ട് ഓരോ സോഴ്സിനും ടാർജറ്റിനും അനുസരിച്ച് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. ആക്ടിവേറ്റ് ഇൻപുട്ട് യൂണിറ്റ്സ്, ദാറ്റ് ഈസ് xi ഈക്വൽ ടു si. ദെയർ വി കാൽക്കുലേറ്റ് ദ നെറ്റ് ഇൻപുട്ട് y in. ആദ്യത്തെ നെറ്റ് ഇൻപുട്ട് y in കാൽക്കുലേറ്റ് ചെയ്യും. സോ ഹിയർ വി അപ്ലൈ ആക്ടിവേഷൻ, ദെൻ വി ഗെറ്റ് y ഈക്വൽ ടു f ഓഫ് y in. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ y is equal to f of y in. If
y നോട്ട് ഈക്വൽ ടു t, അതായത് നമ്മുടെ കമ്പാരിസൺ ഫോൾസ് ആയാൽ നമുക്ക് മനസ്സിലാവും അവിടെ വെയിറ്റ് അപ്ഡേഷൻ ആവശ്യമാണ്. വെയിറ്റ് അപ്ഡേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വെയിറ്റ് അപ്ഡേഷൻ ഫോർമുല യൂസ് ചെയ്ത് വെയിറ്റും ബയാസും അപ്ഡേറ്റ് ചെയ്യും. അതർവൈസ് നോ ചേഞ്ച്. പുതിയ വെയിറ്റും പഴയ വെയിറ്റും പുതിയ ബയാസും പഴയ ബയാസും ഈക്വൽ ആയിരിക്കും. ബട്ട് ഇഫ് y നോട്ട് ഈക്വൽ ടു t, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ന്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് WI ന്യൂ ഈക്വൽ ടു WI ഓൾഡർ പ്ലസ് ആൽഫ TXI. അതുപോലെ ബയാസ് B ന്യൂ ഈക്വൽ ടു B ഓൾഡർ പ്ലസ് ആൽഫ T. ആൽഫ വാല്യൂ ഒക്കെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യും. ഇഫ് വെയിറ്റ് ചേഞ്ചസ്, വെയിറ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ പിന്നെയും ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ വരെ ഇതിനെ റിപ്പീറ്റ് ചെയ്യും. ടാർഗറ്റ് വാല്യൂ എത്തുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇല്ല, വേറെ ചേഞ്ചസ് ഒന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവൽ വരെ എത്തിയെങ്കിൽ നമ്മുടെ പെർസെപ്ട്രോൺ നെറ്റ്വർക്കിൻ്റെ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഫ്ലോ ചാർട്ട് ഓഫ് പെർസെപ്ട്രോൺ ട്രെയിനിങ് പ്രോസസ്സ്. ഓക്കെ, ഇതിൻ്റെ തന്നെ ട്രെയിനിങ് അൽഗോരിതമാണ് നെക്സ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഫസ്റ്റ് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, ആൽഫ ഇനിഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 സ്റ്റെപ്സ് 3 to 5 ഫോർ ഈച്ച് ട്രെയിനിങ് പെയറിംഗ്, ദാറ്റ് ഈസ് ടാർഗറ്റും സോഴ്സും ടാർഗറ്റും വെച്ചിട്ട്. ദെൻ സ്റ്റെപ്പ് 3 ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. സ്റ്റെപ്പ് 4 y കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബയാസ് പ്ലസ് സിഗ്മ i ഈക്വൽ ടു n, i ഈക്വൽ ടു 1 to n xi yi. ഓരോ വാല്യൂസിനും എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ y കാൽക്കുലേറ്റ് ചെയ്യുന്നു. y വാല്യൂ വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. ലേണിംഗ് റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ വെയിറ്റ് ആൻഡ് ബയാസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സ്റ്റെപ്പ് 5. y നോട്ട് ഈക്വൽ ടു t ആണ്, നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് അപ്ഡേറ്റിൻ്റെ ഫോർമുല ഉപയോഗിച്ച് വെയിറ്റും ബയാസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വെയിറ്റ് ന്യൂ ഈക്വൽ ടു വെയിറ്റ് ഓൾഡ് ആയിരിക്കും. പിന്നെ ട്രെയിൻ ദ നെറ്റ്വർക്ക് അൺടിൽ ദർ ഇസ് നോ വെയിറ്റ് ചേഞ്ച്, അതർവൈസ് സ്റ്റാർട്ട് അഗെയിൻ ഫ്രം സ്റ്റെപ്പ് 2. സോ അൺടിൽ ദർ ഇസ് നോ വെയിറ്റ് ചേഞ്ച്, അതുവരെ നമ്മൾ ആ പെർസെപ്ട്രോൺ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്യും. അതർവൈസ് സ്റ്റാർട്ട് അഗെയിൻ ഫ്രം സ്റ്റെപ്പ് 2. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം, പെർസെപ്ട്രോൺ നെറ്റ്വർക്കിൻ്റെ അൽഗോരിതം.